അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു തആല തൂർ പർവ്വതത്തിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ആ നേരത്ത് തൻ്റെ സഹോദരൻ ഹാറൂൻ നബിയെ തൻ്റെ അനുയായികളെ ഏൽപ്പിച്ച് നേരത്തെ എത്തിയ മൂസ നബിയോട് അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്. വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസ ഖാലഹും ഉലാഇ അലാ അസരി വഅജിൽതു ഇലൈക റബ്ബി ലിതർലാ. മൂസ, താങ്കളെന്തേ ധൃതിപ്പെട്ടു പോന്നത്? താങ്കളുടെ സമൂഹം എവിടെയെന്ന്. അവർ ഹാറൂനിൻ്റെ കൂടെ പിന്നാലെ വരുന്നുണ്ട്. വഅജിൽതു ഇലൈക, റബ്ബേ ഞാൻ നിന്നിലേക്ക് ധൃതിപ്പെട്ടിരിക്കുകയാണ്. ലിതർലാ, നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി എന്നാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി നന്മയിൽ ധൃതിപ്പെടുക, കാത്തിരിക്കാതിരിക്കുക എന്നർത്ഥം. അവിടെ പിന്നെയാകാം, കുറച്ചു കഴിയട്ടെ, സമയമുണ്ടല്ലോ, പിന്നീടാകാം എന്ന നിലപാടില്ലാതിരിക്കുക, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് ധൃതിപ്പെട്ടു വരിക എന്നർത്ഥം. എന്താണ് അള്ളാഹുവിൻ്റെ തൃപ്തി? വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തി അൽ അൻഹാറു, താഴ്ഭാഗത്ത് കൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളാണത്. ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളാണ്. വമസാകിന ത്വയ്യിബത്തൻ ഫീ ജന്നാത്തി അദൻ, ജന്നാത്തു അദനിൽ അവർക്ക് വിശിഷ്ടമായ താമസ സ്ഥലമുണ്ട്. വരിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാകുന്നു ഏറ്റവും വലിയ വിജയം. എന്താണ് റിദ്വാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇബ്നു കസീർ റഹ്മഹുമുള്ള പറഞ്ഞു, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഇറങ്ങലാണ്. അതിനുശേഷം അള്ളാഹു ഒരിക്കലും അവരോട് ദേഷ്യപ്പെടാതിരിക്കുക എന്നതാണ്. അങ്ങനത്തെ ആളുകൾ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കും. മഹാനായ അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു ലി അഹ്ലിൽ ജന്നതി യാ അഹ്ലൽ ജന്ന, അള്ളാഹു സ്വർഗാവകാശികളെ ഓ സ്വർഗാവകാശികളെ എന്ന് വിളിക്കും. യഖൂലൂൻ ലബ്ബൈക റബ്ബന വസഅദൈക്, അപ്പോൾ അവർ പറയും, റബ്ബേ നിന്റെ വിളിക്ക് ഞങ്ങളിതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന്. ഫയഖൂലു, അള്ളാഹു അവരോട് ചോദിക്കും, അൽ റളീതും, നിങ്ങൾ തൃപ്തിയായിട്ടുണ്ടോ എന്ന്. ഫയഖൂലൂന, അവർ പറയും, വമാ ലന ലാ നർളാ, ഞങ്ങളെങ്ങനെ തൃപ്തിയാകാതിരിക്കും. വഖദ് അഅ്തൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നീ നൽകാത്തതു നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന്. ഫയഖൂലു, അപ്പോൾ അള്ളാഹു അവരോട് പറയുമെന്നാണ്, അന ഉഅ്തീകും അഫ്ളല മിൻ ദാലിക്, അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായത് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന്. ഖാലു, അപ്പോൾ അവർ ചോദിക്കും, യാ റബ്ബി വ അയ്യു ഷൈഇൻ അഫ്ളലു മിൻ ദാലിക്, ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ ഇനി എന്താണ് ലഭിക്കാനുള്ളത് എന്ന്. ഫയഖൂലു ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ, എൻ്റെ തൃപ്തി ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയും, ഒരിക്കലും ഞാൻ ഇനി നിങ്ങളോട് കോപിക്കുകയില്ല എന്ന്. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, റിദ്വാനാണ് ലഭിക്കുന്നത്. അവരോട് അള്ളാഹു പറയും അവരുടെ മരണത്തിൻ്റെ നേരത്ത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ സംതൃപ്തി നേടിക്കൊണ്ട് എൻ്റെ സ്വർഗത്തിൽ എൻ്റെ അടിമകളുടെ കൂടെ പ്രവേശിച്ചോളൂ എന്ന് പറയും. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ അതിന്
മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ വഅജിൽതു ഇലൈക റബ്ബി ലിതർളാ, നന്മയിൽ ഒരു ധൃതിപ്പെടലുണ്ടാവണം, നന്മകൾക്ക് സാവകാശമുണ്ടാവരുത്, പരമാവധി നന്മകൾ ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.